കർണനും പാണ്ഡവരും. ദ്രോണരുടെ മരണത്തിനുശേഷം കർണൻ കൗരവസേനയുടെ നേതൃത്വം ഏറ്റെടുത്തു. കർണന്റെ നേതൃത്വത്തിൽ കൗരവർ കൂടുതൽ ശക്തരായി. ഈ ദിവസം കർണനും നകുലനും തമ്മിൽ ഒരു ശക്തമായ പോരാട്ടം നടന്നു. ആ പോരാട്ടത്തിൽ നകുലൻ തോറ്റു. നകുലനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിട്ടും കർണൻ അതുപേക്ഷിച്ചു. കർണൻ തന്റെ അമ്മയായ കുന്തിക്ക് കൊടുത്ത വാക്കോർത്തു. അർജുനനൊഴികെ മറ്റു പാണ്ഡവരെ കൊല്ലില്ല എന്നതായിരുന്നു ആ വാക്ക്. ഭീമന്റെ പ്രതികാരം. ഈ ദിവസം ഭീമൻ തന്റെ പ്രതികാരം പൂർത്തീകരിച്ചു. കൗരവരിൽ രണ്ടാമത്തെ സഹോദരനായ ദുശാസനനുമായി ഭീമൻ യുദ്ധം ചെയ്തു. ഭീമൻ ദുശാസനനെ വധിച്ചു. തുടർന്ന് ദുശാസനന്റെ രക്തം കുടിച്ച് തന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കി. ദുര്യോധനന്റെ മറ്റു സഹോദരന്മാരെയും ഭീമൻ വധിച്ചു. ഇത് ദുര്യോധനനെ കൂടുതൽ ദുഃഖിതനാക്കി. അർജുനനും കർണനും. യുദ്ധത്തിന്റെ അവസാനത്തോടടുത്ത് അർജുനനും കർണനും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. ഇരുവരും മഹാരഥന്മാരായ യോദ്ധാക്കളായിരുന്നു. അസ്ത്രങ്ങൾ, ഗദകൾ, വാളുകൾ തുടങ്ങി വിവിധതരം ആയുധങ്ങളുപയോഗിച്ചുള്ള ശക്തമായ പോരാട്ടമായിരുന്നു അത്. എന്നാൽ കർണൻ ആ പോരാട്ടം പൂർണ്ണമായി വിജയിക്കാൻ ശ്രമിച്ചില്ല. 16-ാം ദിവസത്തെ യുദ്ധം അവസാനിച്ചപ്പോൾ കൗരവസേന വളരെ ദുർബലമായിരുന്നു. ദ്രോണരുടെയും ദുശാസനന്റെയും മരണം കൗരവസൈന്യത്തിന്റെ മനോവീര്യം തകർത്തു. പാണ്ഡവർ യുദ്ധത്തിൽ കൂടുതൽ മുന്നേറ്റം നേടി. ഇത് 16-ാം ദിവസത്തെ പ്രധാന സംഭവങ്ങളാണ്.